ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് രാവിലെ എണീറ്റ് നമ്മളെല്ലാവരും കൂടെ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോവാണ്. അങ്ങനെ രാവിലെ എണീറ്റ് ഇത് ആലോലം പാട്ടൊക്കെ കേട്ട് ഇത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലി വണ്ടി വന്നപ്പോൾ ഞാൻ വണ്ടിക്കകത്തേക്ക് ചാടി കയറിയിട്ട് ഇനി അടുത്ത് പോകുമ്പോൾ എൻ്റെ അമ്മയുടെ കുറേ ഫ്രണ്ട്സിനെ കൂട്ടാനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഫ്രണ്ട്സും കൂടെയാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ വണ്ടി കയറി നമ്മൾ വയനാട്ടിലേക്കുള്ള യാത്ര പുറപ്പെട്ടു ഗൈസ്. അങ്ങനെ ഞാൻ വണ്ടി കയറിയപ്പോൾ തന്നെ ഹെഡ്ഫോൺ എടുത്ത് ചെവിയിലോട്ട് വെച്ചൊരു പാട്ടും കേട്ട് കുറേ നേരം പുറത്തോട്ട് നോക്കിയിരുന്നു. പിന്നെ ഞാൻ നേരെ ഫോൺ എടുത്തിട്ട് മാപ്പ് ഓൺ ആക്കിയിട്ട് കുറേ നേരം മാപ്പ് നോക്കിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നേരെ പുറത്തോട്ട് നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രമേ ഉറങ്ങുള്ളൂ നോക്കാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ ബാക്കി എല്ലാവരും കിടത്ത് പോലോ ഉറക്കാം. എന്നാൽ കുറച്ചും കൂടെ ഉറങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ കിടന്നപ്പോൾ ചേട്ടൻ വണ്ടി അവിടെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞ് ചായ കുടിക്കേണ്ടവർക്കെല്ലാം ചായ കുടിക്കാൻ. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി ഒരു ചായയും കുടിച്ച് ഒരു ചെറുക്കനെ കൊണ്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ യാത്ര വീണ്ടും തുടർന്നു ഗൈസ്. ചായ കുടിച്ചോണ്ടാണോ എന്ന് അറിയത്തില്ല, എനിക്ക് ഒട്ടും ഉറക്കം വന്നില്ല. അങ്ങനെ ഞാൻ പുറത്തോട്ട് നോക്കി ഇങ്ങനെ മഞ്ഞും കണ്ട് പാട്ടും കേട്ട് വയനാട് വരെ ഞാൻ അങ്ങനെ ഇരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി ഗൈസ്. ഇത് ഏതാ കാടെന്ന് എനിക്കറിയത്തില്ല. ഈ കാട്ടിലുള്ള ജംഗിൾ സഫാരിയാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അങ്ങനെ നമ്മുടെ വണ്ടി കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് അവരുടെ വണ്ടിക്കകത്ത് കയറി നമ്മൾ ഈ കാട്ടിലോട്ടുള്ള യാത്ര തുടങ്ങും. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കാട്ടിലൂടെ യാത്ര ചെയ്യുന്നത്. തൊട്ടടുത്ത് കർണാടക ഫോറസ്റ്റ് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ ഞാൻ ഇതിനായിട്ടും കാട്ടിലൂടെ യാത്ര ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാട്ടിലൂടെ യാത്ര ചെയ്യുന്നുണ്ടാണെന്ന് തോന്നുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള മനോഹരമായ സ്പേസ് ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പേസ്. പക്ഷേ മൃഗങ്ങളൊന്നും അധികമില്ലായിരുന്നു. ആകെ മെരിക്കാനായിട്ട് 2-3 ആനയും കുറേ പുള്ളിമാന്മാരും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആൾക്കാരെല്ലാം പുള്ളിമാനെ കണ്ട് എക്സൈറ്റ് ആവുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ നേരം കാട്ടിലൂടെ യാത്ര ചെയ്ത് കുറേ മൃഗങ്ങളെയൊക്കെ കണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അവിടെ തീർത്തു. ഇനിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.